ഇൻവെർട്ടർ, ഫ്രിഡ്ജ്, മേശ, ഈ ലാപ്ടോപ്പ്, പിന്നെ 3 ഫാന്, ഒരു സീലിംഗ് ഫാന്, മെത്ത, 2 കസേര, കമ്പ്യൂട്ടർ ചെയർ, എന്തെല്ലാം ഗ്യാസ്, പാത്രങ്ങൾ മുഴുവൻ എല്ലാം വാങ്ങിച്ച്. എ സി 37,000 രൂപയുടെ AC. അതെല്ലാം കൊടുത്ത് അങ്ങനെ അത്രയും 3 വർഷം കൊണ്ട് വാങ്ങിക്കാമെങ്കിലേ ഇവരെന്തോ എന്റെ സ്വർണ്ണം എന്നെ ഇവൻ വാങ്ങിച്ച് പുട്ടടിച്ചില്ലയോ? ഇവരെന്തേ വാങ്ങിച്ചു? എന്റെ സ്വർണ്ണം എന്നെ നമ്മുടെ ഇടിപ്പിക്കത്തില്ലായിരുന്നു. ഇവനങ്ങ് പണയം വെച്ച് ആൾക്കാണ്ടെല്ലാം കൊടുക്കുമായിരുന്നു. എന്റെ ഒരു സ്വർണ്ണമാണ്. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമ്മളത് ഇട്ടിട്ടേ ഇല്ല, നമ്മള് ജോലിയുടെ കാറ്റിനുമായി ചെയ്ത് അതിൽ ഉള്ളതല്ല. അതിന്റെ മാലയുടെ ഇവിടെ എല്ലാം ചുരുങ്ങിയിരിക്കും. നമ്മൾ ഇട്ടിട്ടേ ഇല്ല, അയക്ക് പിടിച്ച്. ഏതവളാണ് അത് കൊണ്ടിട്ടത്? ഇവൻ ഏതവക്കാ കൊണ്ടു കൊടുത്തെന്ന് അറിയത്തില്ല. ഏതവനെ ഇടാനാ ഏതവക്കാണ്, ഏതോ കെട്ടവക്കായിരിക്കും ഇതെല്ലാം അയക്ക് പിടിച്ചിരിക്കുന്ന ആ കെട്ടവളിട്ട്. അങ്ങനത്തെ ആണ് ഇതെല്ലാം നമ്മളെ നശിപ്പിച്ച്. അതെല്ലാം ഇവിടെ നിന്ന് ഇതായില്ലേ, നമ്മളെ വലച്ച് നമ്മള് പേസ് പറഞ്ഞ് ഇതാക്കിയതാ. അന്നേരം വില ഉണ്ടായിരുന്നു മാറികള്. ദൈവമേ, ഇതെല്ലാം കാണണേ ഭഗവാനെ കൃഷ്ണ. നമ്മളെ മുടിച്ചത് ഇവന്മാര് 103 പവനാവും മുടിച്ചത്. 103 പവൻ. 17 വർഷം എന്റെ കാറും കൊണ്ട് ചുറ്റി നടന്നവൻ. 17 വർഷം എന്റെ കാറും 103 പവനാവും മുടിച്ചതവൻ. മുടിച്ചു വാരി നമ്മളെ. മുടിച്ചു വാരി നമ്മളെ 17 വർഷം നിന്ന് അവൻ മുടിച്ചു വാരി നമ്മളത്. ഒത്തിരി മുടിച്ചു വാരാൻ നോക്കിയവന്. ഫുള്ളും അങ്ങ് മുടിച്ചു വാരാമെന്നായിരുന്നു അവന്റെ വിചാരം. മുഴുവൻ മുടിച്ചു വാരാമെന്ന്. അവനിവിടെ ടെമ്പററിയാണ് അവൻ പറഞ്ഞതാ. മട്ടക്കോട്ടയിലെ ഗോപിബാബന്റെ എടുക്കല. ഞാനിവിടെ ടെമ്പററിയാണ്. ആണോ? ഞാനും ഓർക്കുന്നുണ്ടോ? അവന്റെ എല്ലാം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. ഇവൻ ഇവിടെ വന്നിരുന്ന ഓർക്കുന്നില്ലയോ? ഞാനും ഓർക്കുന്നുണ്ട് നല്ലപോലെ. ഗോപി പറയുന്നു ഞാനിവിടെ ടെമ്പററിയാ. ടെമ്പററി പോലെ ടെമ്പററി അവന്റെ എല്ലാം ടെമ്പററിയാ. എന്തിനാ നിന്റെ ഇല്ല? ഇപ്പൊ നീ അവിടെയും ടെമ്പററി ആണോ? നീ എങ്ങോട്ടാടാ പോകുന്നത്? ഇനി നീ ഏത് ഭാഗത്തോട്ടാ മൂന്നുന്നത്? നീ ഏത് കേരളത്തിന്റെ വടക്കോട്ടാണോ എങ്ങോട്ടാണോ നീ മൂന്നുന്നത്? എങ്ങോട്ടാ നീ മൂന്നുന്നത്? ടെമ്പററിക്കാരനെ നീ എങ്ങാണ്ടോട്ട് പോകുന്നവൻ ടെമ്പററിക്കാരൻ. അല്ലാണ്ട് കട്ടി ഇരിപ്പുണ്ട് എവിടെയോ ചെന്ന്. എവിടെയോ കട്ട് കയറി ഇരിപ്പുണ്ട്. അവൻ അവിടോട്ട് പോകാനാ ടെമ്പററിക്കാരന്. അമ്മയുടെ വിചാരം ഞാനിതൊന്നും ഓർക്കുന്നില്ലെന്നാണോ? അവന്റെ എല്ലാം അവന്റെ കള്ളന്റെ നോട്ടമുണ്ട്. കള്ളന്റെ ഇവന്റെ പോലെ തന്നെ ചിലവരെ നോക്കുന്നത്. അവരുടെ നോട്ടം കാണുമ്പോൾ നമുക്കറിയാം. കള്ളികളുടെ അതുപോലെ ഇവന്റെ പോലുള്ള കണ്ണാ ഇങ്ങനെ കള്ളികളുടെ. ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ നീണ്ട കണ്ണ്. കള്ളികളുടെ കണ്ണാ. അത് കണ്ടാൽ അറിയാം നോട്ടം കള്ളികളുടെ കണ്ണിന്റെ. കള്ളികളുടെ നോട്ടവാ ഇവന്റെ മുതുകള്ളനാ. മുഖത്ത് നോക്കാത്ത കള്ളനാണ്. ഇങ്ങനെ തോൽപ്പിങ്ങനെ വെട്ടിക്കുക. അതൊരസുഖം. അവനാ മാനസിക രോഗം ഉള്ളവരെ തോള് വെട്ടിക്കുന്നത്. നമ്പർ 1 മാനസിക രോഗം. ടെൻഷൻ ടിക്കുന്ന ഒരു ഡോക്ടർ തന്നെ എന്റെ മുന്നിൽ ഇരുത്തിയല്ലേ ചോദിച്ചത്, നിങ്ങൾക്കാണല്ലോ കുഴപ്പമൊന്ന്, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ നോക്കി, എന്തോ ഡോക്ടറെ? അപ്പോഴങ്ങേരെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. എന്താ പറയുന്ന അവനെന്താ പറയുന്നത്? അവനാ കള്ളനെന്ന് ഡോക്ടർക്ക് അന്നേ മനസ്സിലായി. അപ്പോഴേ മനസ്സിലായി. നമ്മുടെ ബിഹേവിയർ കാണുമ്പോഴേ അറിയാം കള്ളന്മാരെ. നല്ല ഒന്നാമത്തെ കള്ളന്മാരെ കണ്ടാല് നല്ല ശരിക്കും സൈക്കോളജി അറിയാവുന്നവർക്ക് അറിയാം. മുതുകള്ളനെ കണ്ടാല്, മുതുകള്ളന്മാരെ കണ്ടവർക്ക് അന്നേരമേ അറിയാം മുതുകള്ളനെ. അന്നേരം ഇവനെ കണ്ടതേ ഉള്ളു ഈ കള്ളനെ. എന്നെ കൂടെ ഇവനോട് തന്നെ സംസാരിച്ച് അന്നേരം ആ ഡോക്ടർ പറഞ്ഞില്ല. ഡോക്ടർ വളരെ ബുദ്ധിപരമായിട്ട് എന്നെ കൂടെ കേൾക്കുകയാണ് പറഞ്ഞത്. അതെ, ഇവനാ കള്ളനെന്നുള്ളത്. നിങ്ങൾക്കുണ്ടല്ലോ കുഴപ്പമെന്ന് പറഞ്ഞു. നിങ്ങൾക്കാ കുഴപ്പമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയച്ചു. അവനനങ്ങുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ഡോക്ടറെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇവന് ടെൻഷൻ ടിക്സ് ഉണ്ട് ഇങ്ങനെ. ഇങ്ങനെ ആക്കുന്നത് കണ്ടല്ലോ. പിന്നെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ആക്കും തലയൊക്കെ വെച്ചിട്ട്. എന്തോ ഭ്രാന്ത് അവനാ ഭ്രാന്ത്. മുതുഭ്രാന്ത്. മുതുഭ്രാന്ത്, കള്ളഭ്രാന്ത്. അവന്റെ ഹിഡൻ അജണ്ട എല്ലാം കൂടെ മനസ്സിലിരുന്ന് അവനെ തെള്ളുക. അവൻ എന്തൊക്കെയോ എന്നെ വകവരുത്തിയേച്ച് എന്തോ സൊല്യൂഷനാ ആക്ടിങ് പോയിസണോ അതെല്ലാം തന്ന് അതൊക്കെ എങ്ങനെ വർക്കൗട്ട് ആക്കും എന്നുള്ള ടെൻഷനാ മനസ്സിനകത്ത്. അങ്ങനെ ഇങ്ങനെ ഇതെങ്ങനെ നടത്തിയെടുക്കും
നടത്തിയെടുക്കും എന്നുള്ള ടെൻഷൻ കാരണമാണ് ഇങ്ങനെ അവന്റെ തോളിട്ടങ്ങ് വെട്ടിയില്ല അവന്. എന്നെ കണ്ടാ മതി, ഇവനെ ഇത് പോയി ശ്രദ്ധിച്ചാൽ മതി എന്റെ തലേനൊക്കെ. കള്ളജാതിയൊക്കെ ഉള്ളതാ ടെൻഷൻ ടിപ്സ് ഉള്ളവന്മാർക്ക്. കള്ളജാതികൾ എന്നാല് ഇങ്ങനെ തോളിട്ടിങ്ങനെ വെട്ടിക്ക. ഷ്രെഡിങ് എന്ന് പറഞ്ഞാ പറഞ്ഞത്, ഷോൾഡർ ഷ്രെഡിങ്. മുക്കും ചിലരെയൊക്കെ നോക്കിയേക്ക്, ചിലരിങ്ങനെ ചില ആൾക്കാരൊക്കെ മുക്കും പറയും. മുക്കും പറയുകയല്ലേ, ചില ആൾക്കാർ ഇങ്ങനെ കണ്ണൊക്കെ ഇട്ട് വെട്ടിക്കത്തില്ലയോ. അപ്പൊ മുക്കും ഇങ്ങനെ എന്നെ കണ്ടത് അവര് കണ്ണിട്ട് വെട്ടിക്കുന്നവർ. മുക്കും അവരെല്ലാം ഇങ്ങനെ നോക്കും. അങ്ങനെ വേറെ അപ്പൊ എനിക്കറിയാമല്ലോ. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഈ കാറ്റാടി ഓഫീസിൽ അവനുണ്ടായിരുന്നു, കണ്ണപ്പൻ. അവന് ഈ രോഗമുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ പേരെന്തുവായിരുന്നു പേര് മറന്നുപോയി. അയാൾ ഈ സൈക്കോളജി പഠിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാൾക്ക് ടെൻഷൻ ടിപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ സാറ് പറഞ്ഞു ദീപ അതിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി. അപ്പൊ സാറ് ബാക്കി പൂരിപ്പിച്ചു. ബാക്കി കൊണ്ട് പൂരിപ്പിച്ചു. ആണോ സാറെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അങ്ങനത്തെ രോഗമുണ്ട് അമ്മമാർക്ക്. ആ രോഗമുള്ളവരെ അപ്പൊ എല്ലാവർക്കും കണ്ടറിയാം. നല്ലപോലെ സൈക്കോളജി പഠിച്ചവർക്ക് രോഗമുള്ളവരെ കണ്ടറിയാം. ഒറ്റ നോട്ടം മതി. മാനസിക രോഗമൊക്കെ ഉള്ളവരെ കണ്ടാലറിയാം. ഇവനെ മാനസിക രോഗം, വടക്കേലെ അവനും എല്ലാം മാനസിക രോഗമാണ്. പിന്നെ കള്ള ഫേക്ക് ഐഡി ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് മാനസിക രോഗം. ഇത് കാണിച്ചാൽ പറയും ഇവന്മാർക്കാ മാനസിക രോഗം. ഫേക്ക് ഐഡി ഇട്ട് ചീത്ത വിളിക്കുന്നതൊക്കെ മാനസിക രോഗത്തിന്റെ ഭാഗമാണ്. ഇവന്മാർക്കാ. ഏതവനാന്ന് വെച്ചാൽ അതുണ്ടാക്കി അവന്മാർക്കാ നല്ല ഒന്നാന്തരം മാനസിക രോഗം. ചുമന്ന ദൈവം എഴുതി വെക്കാൻ പറയുക. അല്ലെങ്കിൽ ക്രിമിനൽ മെന്റാലിറ്റി ഒരു മാനസിക രോഗമാണെന്നാ. മറ്റുള്ളവരെ പീഡിപ്പിക്കണം, മറ്റുള്ളവരെ അത് മാനസിക രോഗമാണ്. ക്രിമിനൽ മെന്റാലിറ്റി അത് മാനസിക രോഗമാണ്. അല്ലാതെ വെറുതെ ഉള്ളതല്ല. അത് നല്ല ഒന്നാന്തരം മാനസിക രോഗമാണ് ക്രിമിനൽ മെന്റാലിറ്റി. മറ്റുള്ളവരെ ഉപദ്രവിക്കണം, മറ്റുള്ളവർക്ക് വേദന കൊടുത്ത് ഇതാക്കണം, മറ്റുള്ളവരുടെ പൈസ മൂട്ടിക്കണം, അതെല്ലാം മാനസിക രോഗമാണ്. അത് ഒന്നാന്തരം മാനസിക രോഗം. നമുക്ക് മാങ്ങ നോക്കാം. മാങ്ങ ഇല്ല പച്ച ഉണ്ടല്ലോ, പച്ചപ്പുറത്ത് ഉണ്ടല്ലോ ഒരു മാവേല്.